ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആലിയ കട്ട് ഷോർട്ട് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 മീറ്റർ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. അതിനായിട്ട് ഞാൻ 2 പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ആ തുണിയുടെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 12 ഇഞ്ചുമാണ്. നമ്മളൊരു മീഡിയം സൈസുള്ള അളവിലാണ് കേട്ടോ ഇപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ മൊത്തം 4 പീസാണ് വരുന്നത്. ഇനി ആ ഒരു ഫോൾഡഡ് സൈഡ് കണ്ടില്ലേ, ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ആദ്യം 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 6 ഇഞ്ച് നമ്മൾ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 ലൈനുകൾ കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ പോലെ അവിടെ വരും. അതിനുശേഷം ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൽ കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമുക്ക് ഇവിടെ ചെസ്റ്റ് വരുന്നത് 32 ആണ് വരുന്നത്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8 പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് ലൂസ് കൂട്ടാം. അപ്പോൾ 9.5 ഇഞ്ച് വരും. 32 എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്താണ് 32 കേട്ടോ. അതാണ് നമ്മൾ 1.5 ഇഞ്ച് ലൂസ് കൂട്ടുന്നത്. താഴെ നമ്മൾ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആ 2 ലൈനും കൂടെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 16 ഇഞ്ചും താഴ്ഭാഗത്തിൻ്റേത് 10 ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്ക് ഞാനൊരു 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതും ഒരു സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം ഒരു വി നെക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. വി നെക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് വി അല്ല, ചെറിയൊരു ഷേപ്പ് ചെയ്തിട്ടുള്ള വി ആണ് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഫ്രണ്ട് നെക്കല്ലേ നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത്, അത് കട്ട് ചെയ്യുന്നില്ല. അത് പിന്നീട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 പീസാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്ക് സൈഡിലേക്കുള്ള പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്കുള്ള പീസ് കറക്റ്റായിട്ടൊന്ന് മടക്കി ഇടുക. ഇനി നമുക്കിതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ചു വിട്ട് ആ ഒരു കോർണർ ഭാഗം കണ്ടില്ലേ, ആ കോർണർ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് 2.5 3 അതോ 4 ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അധികം ഇങ്ങനെ കയറി വരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് നേരെ നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്തേക്കണില്ലേ, ആ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് ചെരിച്ച് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പം നിവൃത്തി വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇനി ബാക്ക് പാർട്ട് ഞാൻ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 3 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു റൗണ്ട് നെക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസാണ് കേട്ടോ. ഫ്രണ്ടിലേക്കുള്ള പീസ് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ 10 ഇഞ്ചാണെന്ന് പറഞ്ഞു ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 12 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്ക് പീസിൻ്റെ ലെങ്ത്താണ് പറയുന്നത് 12 ഇഞ്ച്. പക്ഷേ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ 12 ഇഞ്ചില്ലേ, ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത 12 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ നീളം ചേർക്കണം. കാരണം നമ്മളവിടെ ആ ഫ്രണ്ടിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ഒരു കോൺ പോലെ. അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ 14.5 ഇഞ്ച് ലെങ്ത്ത് വരും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് 10 + 2 തയ്യൽ തുമ്പ് 12 ഇഞ്ച്, ഫ്രണ്ട് പീസിൻ്റെ 10 + 2 തയ്യൽ തുമ്പ് പ്ലസ് 2.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ചേർക്കണം. അപ്പോൾ 14.5 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് പീസ് 14.5 ഇഞ്ച്, ബാക്ക് പീസ് 12 ഇഞ്ച് ടോട്ടൽ. ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ 4 ഇഞ്ചാണ് ഈ ഒരു ഫ്രണ്ടിൻ്റെ ആ കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ 4 ഇഞ്ച് എക്സ്ട്രാ ചേർക്കണം കേട്ടോ. എത്രയാണോ നിങ്ങൾ ചെയ്യുന്നത് അത്രയും എക്സ്ട്രാ നമ്മൾ കൂടെ നീളം കൂട്ടി ചേർക്കണം. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഈ തുണിയുടെ വിഡ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ് മൊത്തം. ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ച് കഴിയുമ്പോൾ എനിക്ക് 20 ഇഞ്ചാണ് കിട്ടുന്നത്. രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ആ തുണി.
ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു ഓപ്പൺ സൈഡ് കണ്ടോ, അവിടെ നിന്നൊരു 2.5 ഇഞ്ച് ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫോൾഡഡ് സൈഡിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നിങ്ങളവിടെ 3 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ ആ 3 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 2.5 എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2.5 അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് തെളിച്ച് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു തുണി ആയതുകൊണ്ട് വരച്ചാൽ കറക്റ്റായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രണ്ടായിട്ട് 2 പീസായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നതിനായിട്ടാണോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി വയ്ക്കുക. ഇതിപ്പോൾ സെൻറ്ററിലേക്ക് ഇങ്ങനെ കൂർത്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു തുണി നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ടിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടാണ് സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ റൗണ്ട് 9 ഇഞ്ച്, അപ്പോൾ ഞാൻ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് ആ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തെളിയിച്ച് വരച്ചെടുക്കാം. ഏത് ചോക്ക് കൊണ്ട് വരച്ചാലും ഈ ഒരു കളറ് കാണാനായിട്ട് പറ്റുന്നില്ല. അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ. അതിൻ്റെ അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഓപ്പൺ സൈഡിൽ നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വന്നിട്ട് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്ത് വരയ്ക്കില്ല, അതുപോലെ തന്നെ. ഇനി നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് അവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് 2 സൈഡിലും ഇട്ടിട്ട് ആ 2 ലൈനും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. സ്ലീവ് ഞാനൊരു 3/4 ആണ് കേട്ടോ എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ നിങ്ങളൊരു 1.5 മീറ്റർ എന്നുള്ളത് ഒരു 2 മീറ്ററെങ്കിലും എടുക്കേണ്ടി വരും. സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുന്തോറും തുണിയുടെ അളവും നമുക്ക് കൂട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ്, നോർമൽ സ്ലീവ് എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഒരു സ്ലീവ് എടുത്തിട്ടുള്ളൂ. നിങ്ങളിതിൻ്റെ 2 സ്ലീവും എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടുക. ഫ്രണ്ട് ആം ഹോളാണ് നമ്മളിപ്പോൾ കുഴിച്ച് വെട്ടിയിരിക്കുന്നത്. എന്നിട്ട് ആ ചെറിയൊരു കട്ടിങ് കൊടുക്കുക, തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ ഫ്രില്ല് പോലെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്ത് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ആ നെക്കിൻ്റെ ആ വി ഷേപ്പ് കണ്ടില്ലേ, കട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു പീസ് കണ്ടില്ലേ, ആ പീസ് വെച്ചിട്ട് നമ്മൾ വേറെ ഒരു പീസ് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം കേട്ടോ. ഇത് എളുപ്പത്തിന് ഞാൻ തയ്ക്കുന്നു എന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു പീസിൻ്റെ അരിക് ഭാഗം ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ പല വീഡിയോസിലും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ടത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം മറച്ചിട്ട് നമുക്ക് ഹെം ചെയ്തെടുക്കാം. ബാക്ക് പീസും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അരികു മടക്കി അടിച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് 2 എണ്ണത്തിൻ്റെയും കൂടെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിവർത്തിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡർ അടിച്ചതിൽ എന്തെങ്കിലും ചെറിയൊരു 4 ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോൾഡർ കറക്റ്റ് നമുക്ക് 3.5 അല്ലേ വേണ്ടത്, ആ 3.5 ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അരികു ഭാഗം നമ്മളൊന്ന് ഒരു 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കണ ആ സെൻറ്ററും തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഷേപ്പേ മാറിപ്പോവും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി 2 സൈഡിലേക്കും അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവ് നമുക്ക് അടിച്ചെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള ഭാഗം പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇത് ഫ്രണ്ടിൻ്റെ സൈഡാട്ടോ, ഫ്രണ്ട് സൈഡാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കാൻ പോകുന്നത്. കണ്ടോ, ഒരു ഷേപ്പ് വ്യത്യാസം വന്നേക്കണുണ്ട്. മുകളിലേക്ക് കൂർത്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുക. ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചതിന് ശേഷം ആ ഒരു പോയിൻറ്റിൽ നിന്ന് ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുക. നിങ്ങൾക്ക് നൂലിങ്ങനെ വലിയ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ അതിലും നല്ലത് ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ട് സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയതായിട്ട് പ്ലീറ്റ് ഇട്ട് എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഈ ഒരു കുർത്തിക്ക് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് എടുക്കുക. അപ്പോൾ ഒരുപാട് പ്ലീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഒരു 40 ഇഞ്ച് വിഡ്ത്തല്ലേ എടുത്തിട്ടുള്ളൂ. ആ ഒരു വിഡ്ത്തിന് പ്ലീറ്റ് ഇട്ടാൽ കറക്റ്റായിരിക്കും. ഒരുപാട് ഇടുമ്പോൾ ഇങ്ങനെ ഈ പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററും പ്ലീറ്റ് ഇട്ടെടുത്തതിൻ്റെ സെൻറ്ററും അവിടെ ഒരുമിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഞാനതും സെൻറ്ററിൽ നിന്ന് തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ നമുക്കൊരു വി പോലത്തെ ഒരു ഷേപ്പ് വരുന്നില്ലേ, അപ്പോൾ അവിടെ കുത്തി നിർത്തിയിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്കിപ്പോൾ പ്ലീറ്റ് ഇട്ടെടുത്ത് കൂടുതലാണെങ്കിൽ ലാസ്റ്റ് എത്താറാകുമ്പോൾ 1-2 പ്ലീറ്റും കൂടെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും അതുപോലെ തന്നെ കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചൊന്ന് ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു 2 ടക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ടക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ആ മാർക്കിങ്ങിൽ നിന്ന് നേരെ മുകളിലേക്ക് ഒരു 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ അപ്പുറം ഇപ്പുറം ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് വിട്ടിൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ചെറിയ ടക്കിട്ട് കൊടുത്താൽ ചെറുതായിട്ടൊരു അവിടെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിട്ട് കൊടുത്തില്ല എന്നോർത്തൊന്നും കുഴപ്പമില്ല. ഇത് നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് കുർത്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല എന്നോർത്തൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇടുന്നേ ഉള്ളൂ കേട്ടോ. 4.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളൊരു വര വരച്ചിട്ടുണ്ട്. ആ വരയിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് താഴെ ആ പ്ലീറ്റ് ഇട്ട് എടുത്തേക്കണം ആ ഭാഗമില്ലേ, നമ്മൾ ആദ്യം പ്ലീറ്റ് ഇട്ട് എടുത്തേക്കണം ആ ഭാഗം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. ബാക്ക് സൈഡ് നമ്മൾ സ്ട്രെയിറ്റും ഫ്രണ്ട് സൈഡ് ആ ഒരു വി ഷേപ്പുമാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു കുർത്തി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം താഴേക്ക്. ഇനി താഴെ നിങ്ങൾക്ക് അമ്പർല പോലെ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ ആ ഷേപ്പ് വരച്ചിരിക്കുന്ന ആ പോയിൻ്റില്ലേ, ആ പോയിൻ്റിൽ കൂടി തന്നെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു 3 ഇഞ്ച് 2.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അവിടെ കൊടുത്തിരുന്നല്ലോ. പക്ഷെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും ലെങ്ത്ത്. കണ്ടോ, കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.